പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരായ പരാതിയിൽ അന്വേഷണത്തിന് DMO നിർദ്ദേശം നൽകി. യുവതി മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ യുവതിയാണ് സ്ത്രീരോഗ വിഭാഗം ഡോക്ടറുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് മന്ത്രി OR കേളുവിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകിയത്. കഴിഞ്ഞ ഒക്ടോബർ 20-ന് പ്രസവ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദേവി രാത്രി 10 മണിയോടെയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. സുഖപ്രസവമായതിനാൽ 23-ന് ആശുപത്രി വിട്ടു. ഇതിനുശേഷം അസഹ്യമായ വേദനയും ദുർഗന്ധവും കാരണം ആശുപത്രിയിലെത്തി 2 തവണ ഡോക്ടറെ കണ്ടിരുന്നു. കുഴപ്പമില്ലെന്നും വെള്ളം കുടിക്കാത്തതിലുള്ള പ്രശ്നമാണെന്നും പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. കഴിഞ്ഞ 29-നാണ് തുണിക്കഷ്ണം പുറത്തേക്ക് വന്നത്. ഇത്രയും കാലത്തിനിടയിൽ അസഹ്യമായ വേദനയും മാനസിക പ്രയാസവും ഉണ്ടായിരുന്നതായും യുവതി പറഞ്ഞു. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ പ്രസവത്തെ തുടർന്ന് പെൺകുട്ടിയുടെ ശരീരത്തിനുള്ളിൽ നിന്നും തുണിക്കഷ്ണം കിട്ടിയ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിനെതിരായ പരാതിയിൽ അന്വേഷണത്തിന് DMOയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യുവതി മന്ത്രിക്ക് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ യുവതിയാണ് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്ത്രീ വിഭാഗം ഡോക്ടറുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് മന്ത്രി OR കേളുവിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആശുപത്രി സൂപ്രണ്ടിനും ഒക്കെ പരാതി നൽകിയത്. കഴിഞ്ഞ ഒക്ടോബർ 20-നായിരുന്നു ഇത്തരത്തിൽ യുവതി പ്രസവവേദനയെ തുടർന്ന് പെൺകുട്ടിയെ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രി 10 മണിയോടെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. സുഖപ്രസവം ആയതുകൊണ്ട് തന്നെ 23 ആയപ്പോഴത്തേക്കും ആശുപത്രി വിട്ടു. ഇതിനുശേഷം അസഹ്യമായ വേദനയും ദുർഗന്ധവും കാരണം വീണ്ടും ആശുപത്രിയിലേക്ക് തന്നെ തിരികെ വരേണ്ടി വന്നു. 2 തവണ ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ കുഴപ്പമില്ല എന്നും വെള്ളം കുടിക്കാത്തതിലുള്ള പ്രശ്നമാണെന്നും പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുകയായിരുന്നു. കഴിഞ്ഞ 29-നാണ് ഇത്തരത്തിൽ തുണിക്കഷ്ണം പുറത്തേക്ക് വരുന്നത്. വലിയ രീതിയിലുള്ള വേദനയും മാനസിക പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നുണ്ട്. ഈ ഒരു കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു പരാതിയിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്.